നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ ആന്റിയുടെ പേര്? ശ്രീദേവി. അതെന്റെ മുത്തശ്ശിയുടെ പേരാ. ഒരു പേരിലൊക്കെ എന്തിരിക്കുന്നു. ഇതാണോ ആന്റിയുടെ മോൻ? അതെ. ഹലോ. ഇഷ്ടമായില്ല അല്ലേ? സ്വാധീനല്ലേ പേര്? അതെ. മുറപ്പെണ്ണും മുറച്ചെറുക്കനും ലവ് ആണല്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? കുറച്ചൊക്കെ എനിക്കറിയാം. ദൈവമേ, ഇവൻ കുളമാക്കാതിരുന്നാ മതിയായിരുന്നു. അമ്മ ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? എന്റെ ആന്റി ഒന്ന് മയത്തിൽ ചോദിക്കേ. പെട്ടെന്നൊരാള് കേറി ഇങ്ങ് വന്നാലേ വിശ്വസിക്കാൻ കുറച്ച് പാടാ. അമ്മ വന്നിട്ടേ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റൂ. ആരുമില്ലാത്ത പെണ്ണാന്നറിഞ്ഞ് തരികിടയ്ക്ക് വന്നതാണെങ്കി നീ വന്നതുപോലെ പോവില്ലേ? എന്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ച അങ്ങളുടെ വൈഫാണല്ലേ? മനസ്സിലായി. എന്റെ ആന്റി വന്നാ പോവാനും എനിക്കറിയാം. അതെന്റെ ശീലമായി പോയി. ആന്റിയെ ദേഷ്യം പിടിപ്പിക്കാൻ പറഞ്ഞൊന്നുമല്ല. ഭീഷണി എനിക്ക് പണ്ടേ ഡൈജസ്റ്റ് ആവില്ല. എടാ, തനി സ്വഭാവം പുറത്തിറക്കലട മഹാഭാവി. ശ്രീകുട്ടി, വാ റൂമിലേക്ക് പോവാം. അമ്മ ചെല്ല്. അമ്മ വന്നിട്ട് ഞാൻ റൂമിലേക്കുള്ളൂ. എന്താന്ന് വെച്ചേ? ഒരാന്റി പിണങ്ങിപ്പോയി. നിന്റെ ID പ്രൂഫ് എനിക്ക് കാണണം. ഈ ആന്റി CBIയിലാണോ? കാഴ്ചയിലും അതിന്റെ ഒരു ഗെറ്റപ്പ് ഉണ്ട്. പക്ഷേ എന്റെ ID ആന്റി കണ്ടതുപോലെ തന്നെ. ഹലോ, നീ കയറി വന്നിരിക്കുന്ന സ്ഥലം വേറെയാ. എനിക്കെല്ലാ സ്ഥലവും ഒരുപോലെ. ഇവൻ നല്ല ഒന്നാന്തരം കൂട്ട തന്നെയാ. അല്ല, എന്താ നിങ്ങളുടെ പ്രശ്നം? ഞാനിവിടെ നിൽക്കാൻ പാടില്ലെങ്കിൽ ഗേറ്റിന് പുറത്ത് നിൽക്കാം. ലച്ചുവിനെ ഒന്ന് കണ്ടിട്ട് പോയാൽ മതി. എനിക്ക് അവൾക്കൊരു ജോലി ആവശ്യമാണെന്ന് പറഞ്ഞാ അത് ഏർപ്പാടാക്കി കൊടുക്കണ്ടേ? അല്ലാതെ കൂട്ടിക്കൊണ്ട് പോകാനൊന്നും വന്നതല്ല ഞാൻ. എനിക്കതിന് കഴിയുകയില്ല. അമ്മ ഇവിടെ ഉള്ള കാര്യം സഞ്ജയ് എങ്ങനെ അറിഞ്ഞു? ചെറിയൊരു ആക്സിഡന്റ് പറ്റി എനിക്ക് 3-4 ദിവസം ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു. അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരു സിസ്റ്ററാ ലച്ചുവിനെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും തന്നത്. എന്താ സിസ്റ്ററിന്റെ പേര്? സുരഭി. അതേറ്റു, ഇവൻ നല്ല പെർഫോമർ തന്നെ. നാട്ടിൽ വന്നപ്പോ ലച്ചുവിനെ അന്വേഷിക്കാതിരിക്കാൻ പറ്റുമോ? എന്റെ പേര് ലച്ചു സുരഭി സിസ്റ്ററിനോട് പറഞ്ഞിരുന്നു. എന്നെ അമ്പരിപ്പിച്ചോണ്ടല്ലേ ഇങ്ങോട്ട് വന്ന് ലച്ചുവിനെ പരിചയമുണ്ടോ എന്ന് ചോദിച്ചത്. സത്യത്തിൽ ഞാൻ ഷോക്കായി പോയി. പിന്നെ കഥകളൊക്കെ ആ സിസ്റ്റർ പറഞ്ഞു. രാജു, നീ അവന് കുടിക്കാൻ ചായ എടുക്ക്. അയ്യോ, അതൊന്നും വേണ്ട ആന്റി. അത് പറ്റില്ല മോനെ. അമ്മ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട കുട്ടിയാ. നീ ചെല്ല്. മോൻ ഇരിക്കേ. ഇരിക്കുന്നേ. അവളിവിടത്തെ സെർവന്റ് ആണല്ലേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.